ഇന്ദിരാഗാന്ധി വധത്തിൽ നേരിട്ട് പങ്കെടുത്തതോ അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കെടുക്കാത്തതോ ആയ ഒരാളെ അന്ന് തൂക്കിക്കൊന്നിരുന്നു. അതായത് ഇന്ദിരാഗാന്ധിയുടെ വധവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം തൂക്കിക്കൊന്നിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്ദിരാഗാന്ധിയെ വധിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും അത് ആരെങ്കിലും അറിയിക്കുകയോ ആ വധശ്രമം തടയുകയോ അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയോ ചെയ്തില്ല എന്ന മാരകമായ കുറ്റത്തിന്റെ പുറത്താണ് അയാളെ തൂക്കിക്കൊന്നത്. ഇതിവിടെ പറയാനുള്ള കാരണം, തന്ത്രി പറയുകയാണ്, എനിക്കിതുമായി ഒരു ബന്ധവുമില്ല, ഇതൊക്കെ ദേവസ്വം ബോർഡാണ് തീരുമാനിക്കുന്നത്, ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിൽ നിഷ്കളങ്കനാണ്, എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറെ BJP-ക്കാരും കുറെ സംഘ അനുകൂലികൾ എന്ന് പറയുന്ന കുറെ എണ്ണം തന്ത്രിക്ക് വേണ്ടി കിടന്ന് കുരയ്ക്കുന്നത് കാണുന്നുണ്ട്. ഈ അയ്യപ്പന്റെ തന്ത എന്ന് പറയുന്നത് തന്ത്രിയാണ്. അപ്പൊ തന്ത ജീവിച്ചിരിക്കുമ്പോൾ തന്ത അറിയാതെ മക്കളെ മറ്റാരെങ്കിലും കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ തന്തയുടെ കഴിവുകേട് കൂടിയാണ് അവിടെ പ്രതിഫലിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ തന്ത്രി അറിയാതെ ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി, അയ്യപ്പന്റെ വിഗ്രഹം, ഇതൊക്കെ തന്ത്രി അറിയാതെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തന്ത്രിക്ക് ഇതറിയാം. തന്ത്രി ഇതിന് അനുമതി നൽകാൻ മാത്രം, ഇപ്പോ കട്ടിളപ്പാളിയിലെ സ്വർണം അത് സ്വർണം പൂശാൻ കൊണ്ടുപോകണമെങ്കിൽ അത് തന്ത്രി പറയണം. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അത് പൂശാനാണെങ്കിലും തന്ത്രി പറയണം. അത് കാലപ്പഴക്കം ചെന്നു, അത് ഇനി സ്വർണം പൂശേണ്ട സമയമായി, ഇല്ലെങ്കിൽ ഈ സ്വർണ്ണം എല്ലാം അടിച്ചു മാറ്റിയിട്ട് ചെമ്പ് പൂശണം, സ്വർണ്ണമൊക്കെ നമുക്ക് എടുക്കാം, ചെമ്പ് പൂശണം, ഇതും തന്ത്രിയുടെ അനുവാദം വേണം. ഈ താഴ്മൺ കുടുംബമാണ് കാലാകാലങ്ങളായി 90 മുതൽ അതുവരെ മലയരയന്നൻ ആ വിഭാഗത്തിൽ, അത് എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം കട്ടതിന് അടിച്ചു കൊന്ന മധു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കേരളം മറന്നിട്ടുണ്ടാവില്ല. ആ മധുവിന്റെ വിഭാഗത്തിൽപ്പെട്ടവരാണ് ശബരിമല പൂജിച്ചതും നോക്കിയിരുന്നതും ഒക്കെ ചെയ്തിരുന്നത്. അവരിൽ നിന്ന് കുറെ ആൾക്കാർ പണത്തിന് വേണ്ടി അയ്യപ്പന് കിട്ടുന്ന വകകൾ മുഴുവൻ തങ്ങളുടെ പക്കലാക്കാമെന്ന് കരുതിക്കൊണ്ട് സ്വന്തം കുടുംബത്തിലേക്ക് കൊണ്ടുപോയതാണ്. പിന്നീട് താഴ്മൺ കുടുംബമായി, പിന്നീട് തന്ത്രിമാരായി, പിന്നെ തന്ത്രിമാരുടെ മുഴുവൻ കയ്യിലുമായി ഇതെല്ലാം. അയ്യപ്പൻ എന്ന് പറയുന്നത് വനത്തിനകത്ത് പോയി ധ്യാനത്തിലിരിക്കുന്ന ഒരാളെയാണ് നമ്മളവിടെ അയ്യപ്പനായി സങ്കല്പിച്ച് അത് അയ്യപ്പൻ തന്നെയാണ്. നമ്മൾ ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തെ പൂജിക്കുന്നത്. പക്ഷെ പിന്നീട് ഈ താഴ്മൺ കുടുംബം പിന്നെ ബ്രാഹ്മണരായി, മലയരൻ കാട്ടിലുള്ള ആളുകൾ പൂജിച്ചു വന്ന അയ്യപ്പൻ പിന്നെ അങ്ങ് ബ്രാഹ്മണർക്കായി, പിന്നെ അവര് പറയുന്നവർ പോലെയായ ശബരിമലയിലെ കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നത് പോലെ ആളുകൾ മുഴുവൻ അതിൻ്റെ അകത്തായി. അങ്ങനെ നമ്മളൊന്നും ചിന്തിക്കാത്ത തരത്തിലേക്ക് ശബരിമല മാറി എന്നുള്ളതാണ്. 41 ദിവസം വ്രതം എടുത്ത് പാവപ്പെട്ട ഭക്തൻ എത്തുമ്പോൾ അവനൊരു നോക്ക് കാണാൻ പോലും കഴിയില്ല. അതായത് സാധാരണക്കാരെ തൊട്ടു കഴിഞ്ഞാൽ തന്ത്രിക്ക് അശുദ്ധി ഉണ്ടാകും. അതുകൊണ്ട് ദൂരെ നിന്ന് എറിഞ്ഞാണ് കൊടുക്കുന്നത് പലപ്പോഴും ഈ ചന്ദനവും മറ്റ് പ്രസാദങ്ങളും ഒക്കെ. ഈ അയ്യപ്പനെ കക്കുന്നതിലും മറ്റു കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് മറ്റേ അശുദ്ധിയൊന്നുമില്ല. ശബരിമലയിൽ അയ്യപ്പനെ പോലും എടുത്തോണ്ട് പോകാൻ ഇവർക്ക് അശുദ്ധിയില്ല. പക്ഷേ സാധാരണക്കാരന്റെ ദേഹത്ത് തൊട്ടാൽ ഇവർക്ക് അശുദ്ധി ഉണ്ടാകും എന്നൊക്കെയാണ്. ഇപ്പോ ഇന്റലിജൻസിന്റെ ഒരു രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് വന്നിരിക്കുന്നത് തന്ത്രിയുടെ ജീവന് ഭീഷണി എന്നാണ്. ഇത്രയും കാലം, അതായത് ഈ പുറത്ത് കഴിഞ്ഞ ദിവസം ഈ കേസിലെ 13ാം പ്രതിയാണ് തന്ത്രി. 13 പ്രതിയായ തന്ത്രി കഴിഞ്ഞ ദിവസം വരെ ജീവിച്ചിരുന്നിട്ടും അയാൾക്കെതിരെ ഭീഷണി ആരും ഉണ്ടായില്ല. SIT കസ്റ്റഡിയിൽ എടുത്തപ്പോൾ മുതൽ അയാൾക്കെതിരെ ഭീഷണി ഉയരുകയാണ്. അങ്ങ് അയാളെ തട്ടിക്കളെ, അയാൾക്ക് രക്തസമ്മർദ്ദം കൂടുന്നു, ICUവിൽ എത്തിക്കുന്നു, പിന്നീട് മെഡിക്കൽ കോളേജിലെ വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നു, തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ പോലീസുകാരുടെ സംരക്ഷണത്തിൽ കിടക്കുന്നു. അങ്ങനെ തന്ത്രി ഇപ്പോ VVIPയെക്കാളിലും മേളിലാണ് തന്ത്രിയുടെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ഇതിലെ പപ്പൻ വാ തുറന്നപ്പോഴാണ് ദൈവതുല്യനായ തന്ത്രി അകത്ത് കയറിയത്. തന്ത്രി തന്നെ പറയുന്നത് ഞാൻ ദൈവതുല്യനല്ലാതെ. പക്ഷെ പത്മകുമാർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് തന്ത്രി ദൈവതുല്യനായിരുന്നു. അങ്ങനെ തന്ത്രിയെ പിടിച്ച് അകത്തിട്ടു. പത്മകുമാർ പറഞ്ഞു തന്ത്രിയെ പിടിച്ചു. ഇത് തന്ത്രി പറയണം, ആലപ്പുഴക്കാരനായ ഒരു MP ഇതിൻ്റെ അകത്തുണ്ടാവും, CPM-ലെ ഒരു മുൻ മന്ത്രി ഇതിൻ്റെ അകത്തുണ്ടോ, ഇവരൊക്കെ പറഞ്ഞിട്ടാണ് കോൺഗ്രസിനും CPM-നും എതിരെ ബന്ധം എന്താണ്, ഈ തന്ത്രി പറയുന്ന കാര്യങ്ങൾ, അതായത് തന്ത്രിയും അയ്യപ്പനും തമ്മിൽ ഇതൊരു സങ്കല്പമാണ്. അയ്യപ്പനും തമ്മിൽ ചില കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം തന്ത്രി അതൊരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അതിനുശേഷമാണ് ഈ ശബരിമലയിൽ എന്തെങ്കിലും വസ്തുവകകൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അതായത് അയ്യപ്പന്റെ അച്ഛനാണ് തന്ത്രി എന്നാണ് സങ്കല്പം.
ആ സങ്കല്പം അനുസരിച്ച് തന്ത്രി എഴുതി ഒപ്പിട്ട് കൊടുക്കണം ശബരിമലയിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ പുറത്തു കൊണ്ടുപോകാം എന്നുള്ളത്. അങ്ങനെ തന്ത്രി പറയുന്നത് അനുസരിച്ചാണ് ഓരോ ദേവസ്വം ബോർഡായാലും എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് ഭയങ്കര സത്യസന്ധരാണെന്നല്ല പറയുന്നത്. എല്ലാവരും കൂടി അയ്യപ്പനെ പങ്കിട്ട് തിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേവസ്വം ബോർഡും മന്ത്രിമാരും പ്രസിഡന്റുമാരും തന്ത്രിയും മേൽശാന്തി പറയുന്നില്ല, കാരണം അവർ ഓരോ വർഷം വരുന്നവരാണ്. അവർ ഒരുപക്ഷെ ഇത് അറിഞ്ഞു പോലും ഉണ്ടാവുന്ന കാര്യമായിരിക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ ഏകദേശം 2004 മുതലുള്ള പരിചയം എന്നാണ് പറയുന്നത്. 2007 അല്ല, 2004 മുതൽ ബംഗളൂരിലെ ശ്രീരാം എന്ന് പറയുന്ന ഒരു അവിടുത്തെ അമ്പലത്തിൽ പൂജിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇയാള് കീഴ്ശാന്തിയും പിന്നെ തന്ത്രി അവിടെ മേൽശാന്തിയുമായിരുന്ന സമയത്ത് തന്നെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്ന ഒരു ബന്ധം ആണ്. പിന്നീട് അന്നേ മനസ്സിലായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പെരുങ്കള്ളനാണ്, ഒരു വലിയ ക്രിമിനൽ ആണെന്ന് മനസ്സിലായതിന്റെ പുറത്ത് എന്നാ പിന്നെ ശബരിമലയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ പിന്നെ ഒരുമിച്ച് ഊറ്റാലോ, ഈ ഡ്രാക്കുളകൾ രക്തം കുടിക്കുന്നത് പോലെ ഒറ്റ വലിക്ക് കുടിച്ചിഞ്ഞെടുക്കാലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 2007 മുതൽ ഇവിടെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പിന്നെ കള്ളത്തരങ്ങൾ, ഈ സ്വർണം മോഷ്ടിക്കുകൾ ഒക്കെ നടന്നത്. മാത്രമല്ല ഈ മാജി വാഹനം അത് തന്ത്രിയുടെ വീട്ടിലാണ് ഇരുന്നത്. ഇനി തന്ത്രിയുടെ വീടെന്ന് പറയുന്നത് ഒരു തന്ത്രിക്ക് പ്രതിദിനം കിട്ടുന്നത് 1500 രൂപയാണ് പ്രതിദിനം തന്ത്രിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഒരു ദിവസം. അങ്ങനെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഒരു 45,000 രൂപ തന്ത്രിക്ക് ഒരു മാസം വരുമാനം ഉണ്ടാകും. ഇനി ഇത് പിന്നെ എന്താ പറയുക, ചെലവും അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാവുന്ന ചിലവ് അനുസരിച്ച്, നമുക്കറിയാവുന്ന വരുമാനം അനുസരിച്ച്, ഇനി മറ്റു പൂജകൾക്ക് പോകുമ്പോൾ വേറെ പണമൊക്കെ കിട്ടുമായിരിക്കാം. എന്തായാലും ശബരിമലയിലെ തന്ത്രി എന്ന് പറയുമ്പോൾ കിട്ടുന്നത് 45,000 രൂപയാണ്. അതിലെ ഒരു 20,000 രൂപ ചിലവും മറ്റു കാര്യങ്ങളും കഴിച്ചാൽ തന്നെ ഒരു 25,000 രൂപയാണ് തന്ത്രിക്ക് ആകെ കൂടെ ഉള്ളത്. ആ തന്ത്രിയുടെ വീടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴ്മൺ കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വീട്. ഈ വലിയ വീട് ഉണ്ടാക്കാനും ഈ സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കാനും തന്ത്രിക്ക് എവിടെ നിന്നാണ് പണം? തന്ത്രിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്താണ് എന്ന് അന്വേഷിക്കണം. ശബരിമലയിൽ അയ്യപ്പനുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇപ്പോ പലരും പറയുന്നത് മറ്റു പലരെ രക്ഷിക്കാനായി തന്ത്രിയെ കുടുക്കിയതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ശരിയായിരിക്കാം, മറ്റു പലരെ രക്ഷിക്കാനായി തന്ത്രിയെ ഇപ്പതാ ഈ ശബരിമലയിൽ തന്ത്രി വിഷയം, തന്ത്രി ഇനി ആരുടെയെങ്കിലും പേര് പറയുമോ എന്നുള്ള ഭയം മൂലം ഇന്നലെ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ട വച്ചാണ് സർക്കാർ ജയിച്ചത്. സർക്കാർ പിന്നെ തിരഞ്ഞെടുപ്പ് വരെ പോയത് രാഹുൽ മാങ്കൂട്ട വച്ചാണ്. അപ്പൊ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ അന്ന് രാത്രി തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നു. രാഹുൽ മാങ്കൂട്ട ഇപ്പൊ അറസ്റ്റിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോ ഇതെങ്ങനെയും തന്ത്രി ആരുടെയും പേര് പറയാതിരിക്കാൻ, തന്ത്രിയെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ മൊത്തത്തിലൊരു മാസ്റ്റർ പ്ലാൻ ആണ്. ആശുപത്രി കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ തന്നെ രക്തസമ്മർദ്ദം കൂടുന്നു. ഇതുവരെ ഒരു കുഴപ്പവുമില്ലായിരുന്ന തന്ത്രിക്ക് ഭയമില്ലെങ്കിൽ എങ്ങനെയാണ് രക്തസമ്മർദ്ദം? ടെൻഷൻ അടിച്ച് തന്ത്രിക്ക് രക്തസമ്മർദ്ദം കൂടുന്നു. തന്ത്രി ആശുപത്രിയിൽ എത്തിക്കുന്നു, അവിടുത്തെ തീവ്രപരിചരണ വിഭാഗത്തിൽ എത്തിക്കുന്നു. ആകെക്കൂടെ ഒരു മ്ലാനത, കരച്ചില്. ഈ താഴ്മൺ കുടുംബം എന്ന് പറയുന്നത് നേരത്തെ ഈ ശോഭാ ജോണിന്റെ പേരിൽ തന്ത്രി കണ്ഠര് മോഹനർ അദ്ദേഹത്തെ ഈ നഗ്നനായി നിർത്തിയിട്ട് തുണിയില്ലാത്ത ഫോട്ടോയൊക്കെ എടുത്ത് പിന്നീട് അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണമൊക്കെ തട്ടാൻ, അങ്ങനെ ഒരു വഴിവിട്ട ജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണ് ഈ താഴ്മൺ കുടുംബം എന്ന് പറയുന്നത്. അതെന്തോ ആട്ടെ, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷേ അയ്യപ്പനെ വിറ്റ് ജീവിക്കുന്ന ഇവനെയൊക്കെ തന്ത്രി എന്ന് എങ്ങനെയാണ് വിളിക്കുന്നത്? ഇവൻ എന്ത് താന്ത്രികമാണ് പഠിച്ചിട്ടുള്ളത്? നേരത്തെ ഒരു റിപ്പോർട്ടുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കൊന്നും സംസ്കൃതം പോലും അറിയില്ല എന്നാണ് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഇവർ ഒരു പൂജ നടത്തുന്നത് എന്ന് പോലും കോടതി ആശ്ചര്യത്തോടെ ചോദിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും തന്ത്രിക്ക് പിന്നാലെ തന്നെയാണ് ഇവിടുത്തെ SIT അല്ല, കോടതി.